ഒരു ബസ് മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു. 4 മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്തെത്തണമെങ്കിൽ ബസ്സിൻ്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം? കഴിഞ്ഞ ചോദ്യം പോലെയാണ് അല്ലേ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ ബസ് യാത്ര പോവുകയാണ്, വേഗത എത്ര? 56 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? 5 മണിക്കൂർ കൊണ്ട് എത്തി അല്ലേ. അത് പോരാ, 4 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം? വേഗത കൂട്ടണമല്ലോ അല്ലേ. ആ വേഗത എത്ര കൂട്ടണം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വേഗത സമയം എഴുതി. ആദ്യ വേഗത 56 കിലോമീറ്റർ പ്രതി മണിക്കൂർ, അപ്പോഴത്തെ സമയം 5 മണിക്കൂർ. രണ്ടാമത്തെ വേഗതയാണ് നമ്മൾ കാണേണ്ടത്, അപ്പോഴത്തെ സമയമോ 4 മണിക്കൂർ അല്ലേ. 4 മണിക്കൂർ കൊണ്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിലെന്ത് കാണണം? രണ്ടാം വേഗത കാണണം. രണ്ടാം വേഗത കാണാൻ സൂത്രവാക്യം ആദ്യ വേഗത ഇൻറ്റു ആദ്യ സമയം ഹോൾ ഡിവൈഡഡ് ബൈ രണ്ടാം സമയം. ആദ്യ വേഗത ഇൻറ്റു ആദ്യ സമയം, അതായത് 56 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ രണ്ടാം സമയം എത്രേ? 4 അല്ലേ. നമുക്ക് ഈ 56ഉം 4ഉം ഹരിക്കുമ്പോഴേ 14 4 56, 14 പ്രാവശ്യം ഹരിക്കാൻ പറ്റും, 14 പ്രാവശ്യം പോവും. 56 4, 14 ഇൻറ്റു 5 എന്ത് കിട്ടി? 70 കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന് കിട്ടി. എന്ത്? രണ്ടാമത്തെ വേഗതയാണ് കേട്ടോ അല്ലേ. എത്ര? 70 കിലോമീറ്റർ പ്രതി മണിക്കൂർ. അപ്പോൾ ആദ്യം എത്ര വേഗതയായിരുന്നു? 56. ഇപ്പോൾ വേഗത എത്ര? 70. അപ്പോൾ എത്ര കൂട്ടണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൽ മതി? ഈ 70 നിന്ന് 56 കുറയ്ക്കുക അല്ലേ. വർദ്ധിപ്പിക്കേണ്ട വേഗത 70 നിന്ന് 56 കുറച്ചാൽ എത്ര വരും? 14 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വേഗത കൂട്ടേണ്ടത്.